കുന്തത്താൽ പിളർക്കപ്പെട്ട ക്രൂശിതൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന് മാനവികതയുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നതിന് സാധിക്കുമെന്ന് ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തൻ്റെ 4ാമത്തെ ചാക്രിക ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നു. നാം ഹൃദയമുള്ളവരാകണമെന്നും സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഹൃദയം നൽകുകയും ചെയ്യണമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇന്നത്തെ ലോകത്തിൽ ഒരിക്കലും തൃപ്തിയടയാത്ത ഹൃദയമുള്ളവരുടെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമ്മെ ആത്മീയതയിലും മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധത്തിലും ഹൃദയമുള്ളവരായി വളരുവാൻ നമുക്ക് മാതൃക യേശുവിൻ്റെ തിരുഹൃദയമാണ്. ദൈവത്തിനായുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ആത്മാവിൻ്റെ ജലത്തിൻ്റെ ഉറവയായ യേശുവിൻ്റെ മുറിവേറ്റ ഹൃദയത്തെ നമുക്ക് വണങ്ങാം.